പുറത്തിറങ്ങി പ്രവർത്തകരോട് സംസാരിക്കാൻ തുടങ്ങിയ ഷാഫി പറമ്പലിനെ പോലീസ് വാഹനത്തിലേക്ക് തിരിച്ച് കയറ്റുകയായിരുന്നു. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. സംഘർഷത്തിന്റെ സാഹചര്യമാണ് അല്പം മുമ്പ് വടകരയിലുണ്ടായത്. വി.എസ്. രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, വടകരയിൽ എവിടെ വെച്ചിട്ടായിരുന്നു ഈ പ്രതിഷേധം? എന്തെങ്കിലും പരിപാടിക്കായി വന്നതാണോ ഷാഫി പറമ്പിൽ? വടകര MLA KK രമയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കുള്ള ഓണപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഷാഫി പറമ്പിൽ. ഇതിനിടെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. പേടിച്ചു പോവാൻ ആളെ വേറെ നോക്കണം നിങ്ങള്. സമരം ചെയ്യേണ്ടവർ ചെയ്യുക, അതിന്റെ അവകാശങ്ങൾ എല്ലാവരും മാനിക്കുന്നു. പക്ഷെ വേണ്ടാത്ത വർത്താനം വന്ന് നായ പട്ടിന്നൊക്കെ വിളിച്ചാൽ കേട്ടു പോകുന്നവരാണ് വിചാരിക്കേണ്ടത്. സെക്രട്ടറി അതിനോട് ചോദിക്കണം, അതിനാർജുണ്ടോ? സമരം ഞാനും ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ക്ലാസ് കത്തുമ്പോ വന്നിട്ട് നായ വട്ടിന്നൊക്കെ വിളിച്ചാൽ കേട്ടിട്ട് പോകാൻ അവരെ പേടിച്ചു പോകാൻ ഒരാളെ നോക്കാൻ പറയും. ഒരാളെ നോക്കാൻ പറയണേ കേട്ടോ. ഒരാളും പേടിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ആര് സമരം ചെയ്തോട്ടെ, സമരം ചെയ്യാൻ അവകാശം അല്ല, സമരം ചെയ്തോട്ടെ, അതിന് പ്രശ്നമൊന്നുമില്ല. നായ വട്ടി അത് കേട്ട് പോകുകയായിരുന്നു. അവരുടെ സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും ഒന്നും ഞങ്ങൾ ഇതുവരെ ഭയന്നിട്ടുമില്ല. സമരം ചെയ്യാനുള്ള ആരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ സമരത്തിൻ്റെ പേരിൽ വന്നിട്ട് ആഭാസത്തരം കാണിക്കുകയും ചോദിക്കുകയും ചെയ്യുക. ഞാൻ അവരൊരാൾക്കും പരിക്ക് പറ്റരുതെന്ന് പോലീസിനോട് പറഞ്ഞു, വാഹനം നിർത്തിവെക്കാൻ പറഞ്ഞു. വാഹനം തട്ടിയിട്ട് ഒരാൾക്കും പരിക്കേൽക്കരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ഒരാളാണ്. അവിടെ വന്നിട്ട് നായ പട്ടി എന്നൊക്കെ വിളിച്ചാൽ അത് കേട്ടു നിൽക്കാൻ വേറെ ആളെ നോക്കണം, ഏത് വലിയ സമരക്കാരൻ വന്നാലും. അങ്ങനെ വടകര അങ്ങാടിയിൽ നിന്ന് ആരും പേടിച്ചു പോകാനും ഉദ്ദേശിക്കുന്നില്ല, ഇവിടെ തന്നെ കാണും. Ese
രഞ്ജിത്ത്, ഇപ്പോൾ എത്ര നേരം ഈ സംഘർഷത്തിന്റെ സാഹചര്യം തുടർന്നു? പ്രതിഷേധമല്ല പ്രശ്നം, പ്രതിഷേധത്തിന് ഉപയോഗിച്ച വാക്കുകളാണ് നായ പട്ടി എന്നൊക്കെ പ്രയോഗിച്ചു എന്നാണ് ഷാഫി രോഷത്തോടെ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായിരുന്നു ഇവിടെ ഉയർന്ന മുദ്രാവാക്യം? സ്മൃതി, അത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ തന്നെയാണ് ആ സമരത്തിൽ ഉയർന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്നു എന്ന മട്ടിലാണ് ഷാഫി പറമ്പിലിനെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡിവൈഎഫ്ഐ വടകര മണ്ഡലത്തിൽ വലിയ തോതിൽ പ്രതിഷേധം ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വടകരയിലെ ഓരോ നിയമസഭാ നിയോജക മണ്ഡലത്തിലും ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ വടകര MLA KK രമയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഷാഫി എത്തിയത്. ആ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം വടകര ടൗൺ ഹാളിൽ നിന്ന് ഷാഫി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് ഷാഫിയുടെ വാഹനത്തിന് നേരെ എത്തിയത്. ആ വാഹനത്തിന് നേരെ വന്ന സമയത്ത് ഷാഫി വാഹനത്തിൽ കയറാൻ കൂട്ടാക്കാതെ ഇത്തരത്തിൽ വടകര അങ്ങാടിയിൽ ഇറങ്ങാൻ നിൽക്കുമ്പോൾ തടയാൻ വന്നാൽ സ്വാഭാവികമായിട്ടും അതിനെതിരെ പ്രതികരിക്കും. വടകര അങ്ങാടിയിൽ ഇറങ്ങാനുള്ള അധികാരം ആർക്കും അങ്ങനെ വകവെച്ച് കൊടുത്തിട്ടില്ല. മാത്രമല്ല, ഇത്തരത്തിൽ പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് സമരം നടത്തുന്നതിന് അംഗീകരിക്കാൻ സാധിക്കില്ല. സമരം നടത്താനുള്ള അവകാശത്തെ തടയുന്നില്ല. പക്ഷേ സമരത്തിന്റെ പേരിൽ നടക്കുന്ന സമരാഭാസങ്ങളെ തടയുക തന്നെ ചെയ്യും. സ്വാഭാവികമായിട്ടും ഈ സമരത്തിൽ മുഴങ്ങുന്ന മുദ്രാവാക്യത്തിൽ അശ്ലീലപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് അത് തെറ്റാണ്. അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ഈ വടകര അങ്ങാടിയിലൂടെ ഇറങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നതിനെ തടയുക തന്നെയും. അങ്ങനെ ആരുടെയും കുത്തകയല്ല ഈ അങ്ങാടിയിലൂടെ നടന്നു പോകാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം. സ്വാഭാവികമായിട്ടും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഇതിനെതിരെ രംഗത്ത് വരികയും ആ പ്രതിഷേധം അവിടെ കുറച്ചധികം നേരം തന്നെ ആ പ്രതിഷേധവും ഷാഫി പറമ്പിലിന്റെ ചെറുത്തുനിൽപ്പും ഒക്കെ ഉണ്ടായി. പോലീസ് വളരെ പണിപ്പെട്ടാണ് ഷാഫിയെ വാഹനത്തിൽ കയറ്റിയത്. ഷാഫി വാഹനത്തിൽ കയറാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പേടിച്ചു പോകാൻ തയ്യാറല്ല എന്ന മട്ടിൽ ഷാഫി റോഡിൽ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. പോലീസ് വളരെ പണിപ്പെട്ടാണ് സമരക്കാരെ, കുറച്ചുപേരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉണ്ടായിരുന്നുള്ളൂ, ആ ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും ഷാഫിയെയും പറഞ്ഞ് രണ്ടുപേരെയും രണ്ട് ഭാഗത്തേക്ക് നീക്കാനും സമരക്കാരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ളത്. ഷാഫി പറമ്പിലിനൊപ്പം കുറച്ച് സംഘാടകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഭാഗത്ത് ഷാഫി പറമ്പിൽ തന്നെ നിരത്തിൽ നിലയുറപ്പിച്ചുകൊണ്ട് പോലീസുകാർ പറയുന്നത് കേൾക്കാൻ ഷാഫി കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതായത് അങ്ങനെ പേടിച്ചു പോകാൻ തയ്യാറല്ല എന്ന മട്ടിൽ തന്നെയാണ് ഷാഫിയോടൊപ്പം ഉണ്ടായിരുന്ന കുറച്ച് കോൺഗ്രസ് പ്രവർത്തകരും അവിടെ റോഡിൽ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പോലീസിന് ഇവരെ വാഹനത്തിൽ കയറ്റാനും കുറച്ച് ബുദ്ധിമുട്ടി എന്നുള്ളതാണ്. വടകര ടൗൺ ഹാളിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന ആ ഭാഗത്ത്, ആ വടകര ടൗൺ ഹാളിന്റെ ഗേറ്റിന്റെ പരിസരത്താണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി ഉണ്ടായിരുന്നത്. ഷാഫിക്ക് പൂർണ്ണ സമയം പോലീസിന്റെ സുരക്ഷയും ഉണ്ടായിരുന്നു. ഷാഫിയുടെ വാഹനത്തിന് തൊട്ട് മുന്നിലായി തന്നെ പോലീസിന്റെ വാഹനം, പൈലറ്റ് വാഹനം ഇറങ്ങുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ആ പൈലറ്റ് വാഹനം ഇറങ്ങിയ ഉടനെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുന്നത്. ഈ പ്രതിഷേധക്കാർ ഇറങ്ങിയ സമയത്താണ് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി ഷാഫി അങ്ങനെ പേടിച്ചോടാൻ തയ്യാറല്ല എന്നുള്ളത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഷാഫിയുടെ കാറിന് മുമ്പിലേക്ക് ചാടി വീഴുന്നതും പോലീസ് അവരെ നീക്കാൻ പണിപ്പെടുന്നതൊക്കെ കാണാൻ സാധിക്കും. ഈ ഘട്ടത്തിൽ സമരക്കാർ അവിടെ നിൽക്കുമ്പോൾ ഷാഫി പുറത്തിറങ്ങുന്നില്ല. പുറത്ത് കഴിഞ്ഞ ശേഷമാണ് ഷാഫി വാഹനത്തിന് നേരെ ഈ പ്രവർത്തകർ അടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഷാഫി കാറിൽ നിന്ന് പുറത്തിറങ്ങിയത്. ആ കാറിന്റെ ചില്ലുകൾ ആദ്യം താഴ്ത്തി ഷാഫി പ്രതികരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ ഷാഫി അങ്ങനെ പേടിച്ചു പോകാൻ തയ്യാറല്ല എന്ന് പറയുന്നു. പോലീസുകാർ അപ്പോൾ രണ്ടു ഭാഗത്ത്, നേരത്തെ സമരക്കാരെ മാത്രം നേരിടാനാണ് പോലീസ് തയ്യാറായതെങ്കിൽ പിന്നീട് ഷാഫി പുറത്തിറങ്ങിയപ്പോൾ ഷാഫിയെ കൂടി സുരക്ഷിതമായി വാഹനത്തിനകത്ത് കയറ്റേണ്ട ഒരു ചുമതലയോടെ പോലീസുകാർക്ക് വന്നുവിട്ടു. അങ്ങനെ രണ്ടു കൂട്ടർക്കും ഇടയിൽ പോലീസുകാർ നിലയുറപ്പിക്കുകയും ഷാഫിയെ വാഹനത്തിൽ കയറ്റാൻ ആദ്യം ശ്രമിച്ചു. പക്ഷേ ഷാഫി വാഹനത്തിനകത്ത് കയറിയില്ല. അങ്ങനെ അങ്ങ് പോകാൻ തയ്യാറല്ല, പേടിച്ചു പോകാൻ തയ്യാറല്ല എന്ന മട്ടിൽ ഷാഫി വാഹനത്തിന് പുറത്തിറങ്ങി നിന്നു. മുദ്രാവാക്യം വിളികളും പ്ലക്കാർഡുകളും ഒക്കെയായി, ബാനറുകളും ഒക്കെയായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ അങ്ങനെ നിലയുറപ്പിക്കുകയും ചെയ്തു. ആ മുദ്രാവാക്യം വിളികളും ഉണ്ടായി. ആ മുദ്രാവാക്യത്തിനിടയിൽ വിളിച്ച ചില വാക്കുകൾ അത് ഷാഫിയെ പ്രകോപിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെയുള്ള വാക്കുകളൊക്കെ വിളിച്ച് സമരത്തിന്റെ പേരിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള സമരാഭാസങ്ങളെ അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്ന് ഷാഫി പറയുക. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഷാഫി വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അത്തരത്തിൽ വളരെ നേരം, ഏകദേശം ഒരു അരമണിക്കൂർ സമയത്തിനപ്പുറത്തേക്ക് ഈ പ്രതിഷേധത്തെ തെറുത്തുകൊണ്ടുള്ള ഷാഫിയുടെ പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ഷാഫി വാഹനത്തിൽ കയറി മടങ്ങിപ്പോവുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വടകര മണ്ഡലത്തിൽ ഷാഫി മുങ്ങി എന്ന മട്ടിലൊക്കെ വലിയ പ്രതികരണം ഉണ്ടായപ്പോഴാണ് ബീഹാറിൽ നിന്ന് ഷാഫി നേരെ വടകരയിൽ വന്നിറങ്ങി. അദ്ദേഹം 1-2 പരിപാടിയിൽ പങ്കെടുത്തു. വടകരയിൽ വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പരിപാടികളൊക്കെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ പ്രതിഷേധത്തെ ഭയന്ന് ഓടില്ല എന്ന മട്ടിൽ തന്നെ നിരവധി പരിപാടികളിൽ ഷാഫി പങ്കെടുക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ നടന്ന ഓണപരിപാടിക്കിടെയും ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഉണ്ടായത്.